കഴിഞ്ഞ ദിവസം നമ്മൾ റഹീമിന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അപ്പൊ ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി എന്നതിലുപരി ഒരു സൈബർ പോരാളി എന്ന രീതിയിലാണ് അടുത്ത കാലത്തായി വി ശിവൻകുട്ടിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇങ്ങനെ ആളെ വെച്ച് എഴുതിപ്പിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ വെച്ച് നോക്കുമ്പോൾ അയ്യോ തെറ്റില്ലാതെ ഇത്രയൊക്കെ എഴുതാൻ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. അത് എന്തെങ്കിലും സംഭവം നടന്ന ഉടനെ ട്രോളുമായിട്ട് വരും. പക്ഷെ ഇത് മറ്റു ചില കാര്യങ്ങളിൽ ഈ ശുഷ്കാന്തി നമ്മൾ കാണാറില്ല. ഇപ്പൊ റഹീം പങ്കുവെച്ച അതേ ചിത്രം പങ്കുവെച്ചുകൊണ്ട് രാഹുൽജി എവിടെയാ എന്ന് അന്വേഷിക്കുകയാണ് വി ശിവൻകുട്ടി. ഇന്നലെ റഹീമിന്റെ ഫേസ്ബുക്ക് ഈ പോസ്റ്റിന്റെ കീഴെ വന്ന് എല്ലാവരും വന്ന് റഹീമിനെ എയറിലാക്കി. അത് കണ്ട് പ്രചോദിതനായിട്ട് ആരാണ് ഏറ്റവും അധികം കൂടുതൽ എയറിലാവുന്നതെന്ന് മത്സരത്തിലാണെന്ന് തോന്നുന്നു ഇവർ രണ്ടുപേരും. അതുപോലെ വി ശിവൻകുട്ടിയും പങ്കുവച്ചു. ഇന്നലെ റഹീമിന് കിട്ടിയതിനേക്കാൾ കമന്റ് കിട്ടിയിട്ടുണ്ട്. മുണ്ട് മടക്കി കുത്തി മേശപ്പുറത്ത് കയറി നിന്ന് കമ്പ്യൂട്ടർ വലിച്ച് താഴെയിട്ട് പൊട്ടിക്കുന്നു, എന്തേ അന്വേഷിച്ചത് എന്ന് മാധ്യമപ്രവർത്തകനായ എൻ ശ്രീനാഥ് ചോദിച്ചിട്ടുണ്ട്. വെറുതെ അഡ്വക്കേറ്റിന് വേറെ പണിയൊന്നും ഇല്ല അല്ലേ, അത് ഒന്ന് ആക്കിയതാണ്. അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടോ എന്നറിയില്ല. അപ്പൊ അടുത്തൊരു കമന്റ്, എന്തായാലും സ്വർണം കട്ട് ജയിലിലല്ലല്ലോ, അല്ലെങ്കിൽ മറ്റാരും അറിയാതെ BJPക്ക് കുടപിടിച്ച് PM ശ്രീ ഒപ്പിടാൻ പോയതല്ലല്ലോ സഖാവെ, അപ്പോ ഗുഡ് നൈറ്റ്. ഈ ഒരു കമന്റിന് കിട്ടിയിരിക്കുന്നത് 2.3 ലൈക്ക്, പിന്നെ 35 റിപ്ലൈസും അതിനെ അനുമോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കിടന്ന വാസുവും പത്മകുമാർ ഒഴികെയുള്ളവർ കോൺഗ്രസ്സുകാരാണെന്ന് ഇപ്പൊ ഈ അടുത്ത ദിവസമായിട്ട് ഈ കോൺഗ്രസ്സുകാരാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സൈബർ പോരാളികൾ ഒരുപാട് പേര് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ഏശില്ല. ഇതിൽ മുഴുവനും വന്നിട്ടുള്ളത് ശിവൻകുട്ടിയെ കളയാക്കൊണ്ട്. പ്രത്യേകിച്ച് ഈ ശിവൻകുട്ടി ഇപ്പം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ സെയിം കാര്യത്തിന് മറ്റൊരാളെ നമ്മൾ പരസ്യമായി വിമർശിക്കാൻ പാടുണ്ടോ? ഇല്ല. നിയമസഭയിൽ എന്ത് താണ്ഡവമാണ് ഈ ശിവൻകുട്ടി നടത്തിയത്. അതേ ശിവൻകുട്ടി സഭയിൽ ചോദിച്ചല്ലോ, മര്യാദയ്ക്ക് സമരം ചെയ്യണം, എങ്ങനെയാണ് മര്യാദയുടെ രീതിയിൽ സമരം ചെയ്യുന്നതെന്ന് ഞങ്ങൾ കാണിക്കാം എന്ന് പഠിപ്പിച്ചു തരാൻ വന്ന ആളാണ്. അപ്പോ അദ്ദേഹത്തിന് ഈ ട്രോൾ ഇടുമ്പോ സ്ഥിരമായി ആ കാര്യം ജനങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു ഉളുപ്പുമില്ല. അല്ലെ, നമ്മളിപ്പോ യൂട്യൂബിൽ തന്നെ സഭയിലെ വിഷ്വൽ അടിക്കുമ്പോ അല്ലെങ്കിൽ സഭയില് സഭയിൽ നടന്ന ഒരു വഴക്കിന്റെ ഒരു സീൻ അടിച്ചാൽ ആദ്യം വരുന്നത് ആ ഒരു വീഡിയോ ആണ്. ശിവൻകുട്ടി കയറുന്നതും കമ്പ്യൂട്ടർ വലിച്ച് താഴെ ഇടുന്നതും ഒക്കെയാണ്. ആ ശിവൻകുട്ടിയാണ് പഠിപ്പിക്കാനായി പോകുന്നത്. അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞതുപോലെ വലിയ സൈബർ പോരാളിയാണ്. ഇപ്പോ 100 KPCCയുടെ പട്ടിക വന്നപ്പോ ഇത്രയും വേഗം 100 തികയ്ക്കുമെന്ന് കരുതിയില്ല. ഇതാണല്ലോ 100 സീറ്റ് നേടും എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് വളരെ പരിഹസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താണെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആ കമ്മിറ്റി എന്തായിരുന്നു എന്ന്, എങ്ങനെയാണ് ആ കമ്മിറ്റി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചതെന്നും കോൺഗ്രസിനെ എങ്ങനെയാണ് വിജയത്തിലേക്ക് നയിച്ചതെന്നും കണ്ടു. ഇനിയും നിർത്തിയിട്ടില്ല അവർ കോൺഗ്രസിനെ താറടിക്കുന്നത്. പക്ഷേ അതിനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസ് അത് പ്രൂവ് ചെയ്ത് കാണിക്കുമ്പോഴെങ്കിലും ഈ അഹങ്കാരം അടങ്ങുമോ എന്ന് നമുക്കറിയില്ല. പിന്നെ ഇപ്പോ ശബരിമല കേസില് VS ശിവകുമാർ, മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു CPM നേതാവ് തന്നെയാണ് പോസ്റ്റ് ഇട്ടതും. അത് പിന്നെ മാപ്പപേക്ഷയൊക്കെ നൽകുകയും ചെയ്തു, മാപ്പ് പറയുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ആൾക്കാർ മറന്നിട്ടില്ല. അറസ്റ്റ് ചെയ്തതിൽ കൂടുതൽ കോൺഗ്രസ്സുകാരാണ്. മിനിയാന്ന് അറസ്റ്റ് ചെയ്തത് നിന്റെ പാർട്ടിയുടെ നേതാവിന്റെ അനുജനാണ്. അതായത് വേറൊരാള് പറഞ്ഞു കോൺഗ്രസ്സുകാരാണ് ഇതിൽ പങ്കെന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി ഇയാളൊന്നും പറയണ്ട, താഴെ ആൾക്കാർ തന്നെ ഇതിനുള്ള മറുപടി കൊടുത്തതാണ്. മനുഷ്യരെ കൊണ്ട് ഇവരുടെയൊക്കെ ചെയ്തികളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഈ പോസ്റ്റ് ഒക്കെ ഇടുന്നത്. എന്തിനാണ് ഇവരിപ്പോ ഈ രാഹുൽ ഗാന്ധിയെ അന്വേഷിക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ രാഹുൽ ഗാന്ധിയെ കൊണ്ട്? രാഹുൽ ഗാന്ധി വോട്ട് ചോരി പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇവരാരെയും കണ്ടില്ലല്ലോ അതിനു വേണ്ടി സംസാരിക്കാൻ. ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് SIR വലിയ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട്. ഉണർന്നത്. അപ്പൊ ഈ രാഹുൽ ഗാന്ധി എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ അതിനകത്തൊരു കാര്യമുണ്ട്. അന്ന് ചിലപ്പോ സപ്പോർട്ട് ചെയ്യാതിരുന്നത്, ചിലപ്പോ അവർക്കറിയാം SIR തട്ടിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ പോലും അന്ന് സപ്പോർട്ട് ചെയ്താൽ അത് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആകില്ല. ഇവർക്ക് രാഹുലിനെ അംഗീകരിക്കാനോ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാനോ കഴിയില്ല. ഇവർ നോക്കുന്ന അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് അകത്ത് നിൽക്കുന്ന രാഹുൽ എന്നല്ല, കോൺഗ്രസ്സുകാരനായ രാഹുൽ. അതാണല്ലോ പ്രശ്നം. കോൺഗ്രസ്സുകാരനെ ഇവരെങ്ങനെ അംഗീകരിക്കും? കോൺഗ്രസ്സുകാർ ഇവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു രാഹുലിന്റെ ഒരു കാര്യത്തിനും അവർ പിന്തുണ നൽകാത്തത്. ഇനിയിപ്പോ BJPക്കൊപ്പം കേരളത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കിയാൽ പോലും കോൺഗ്രസുമായിട്ട് ഒരു സഖ്യത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ അംഗീകരിക്കാൻ അവരൊരിക്കലും തയ്യാറാകില്ല. എന്താണ്, കോൺഗ്രസ് വിമുക്ത ഭാരതമാണ്
BJP ആഗ്രഹിക്കുന്നതെങ്കിൽ കോൺഗ്രസ് വിമുക്ത കേരളമാണ് CPM-ന്റെ ലക്ഷ്യം. അങ്ങനെയുള്ളവർ എങ്ങനെ രാഹുൽ ഗാന്ധി അംഗീകരിക്കും? അതെ. പിന്നെ ഒരു പാട്ട് കേട്ടാൽ സാറിന് ദേഷ്യം വരുമോ? ഇല്ലെങ്കിൽ പടം ഏത് പാട്ടാണെന്ന് സൗവർണയ്ക്ക് അറിയാം. പോറ്റിയെ കേറ്റി, അതായിരിക്കും. സോഷ്യൽ മീഡിയയിൽ മുഴുവനാണല്ലോ. എന്തായാലും CPM വിചാരിച്ചപ്പോ ഈ ഒരു പാട്ട് വളരെയധികം ഹിറ്റാക്കി. കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ ഏറ്റു പാടിക്കൊണ്ട് നടക്കണം. വളരെ രസകരമായ പാട്ടാണ്. ആ പാട്ടിന് ഇത്രയും പ്രചാരം ലഭിക്കില്ലായിരുന്നു ഇവർ അത് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ഇത് പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഇവർ അറ്റൻഡ് ചെയ്ത് വളരെയധികം ഹിറ്റാക്കിയ സാധനങ്ങൾ. പിന്നെ സുഹൃത്തെ, രാഹുൽ എവിടെയെങ്കിലും പോട്ടെ, 3ാം തുടർ ഭരണത്തിന് വേണ്ടി എന്തെങ്കിലും കുതന്ത്രങ്ങൾ മെനയും. അറിയാം, അപ്പോ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇവർ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് എന്ന് വീണ്ടും വീണ്ടും പൊതുജനത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇന്ന് ശിവൻകുട്ടിയുടെ പോസ്റ്റിന്റെ താഴെ വന്ന കമന്റുകൾ. എന്താ ഈ ശിവൻകുട്ടിക്കൊക്കെ എന്ത് നിലപാടാണ്? PM ശ്രീയിൽ നമ്മൾ കണ്ടതാണല്ലോ. എന്താണ്, കേന്ദ്രം കുറച്ച് ഫണ്ട് തരാനുണ്ട്, PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ തരൂ. ഞാൻ പഠിച്ചു, മുമ്പ് എന്റെ പഴയ നിലപാടിൽ നിന്ന് മാറി എന്നൊക്കെ ചോദിച്ചപ്പോ അന്ന് തെറ്റിദ്ധാരണയായിരുന്നു, ഞാൻ ഇപ്പോഴാണ് പഠിച്ചത് എന്നൊക്കെ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്ന ആളല്ലേ മന്ത്രി അപ്പൂപ്പൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേറൊരാൾ പറഞ്ഞു, ശിവേട്ടനെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ ഒരു മാഷിനെ തപ്പി രാഹുൽ ഇന്ത്യ മുഴുവൻ നടക്കുക, ഒരാളും വരുന്നില്ല. ശിവേട്ടനെ അവര് TV-യിലും YouTube വീഡിയോയിലും കണ്ടിട്ടുണ്ടത്രേ. നിയമസഭയിലെ ചവിട്ട് നാടകവും പിന്നെ SSLC റിസൾട്ട് പ്രഖ്യാപിച്ചതും അയ്യോ വരുന്നില്ലേ ഈ കിഴങ്ങനെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞ് അവര് ഒരു ആട്ടും തുപ്പും. അതിന് പോയേക്കുവാ RG. വരും കേട്ടോ, കാണാത്ത കൊണ്ട് പാവ ശിവേട്ടൻ മലയാളത്തിൽ ഏതോ IAS കൊണ്ട് പോസ്റ്റ് ഇട്ടത് FB-യിൽ. എല്ലാവരും പറയുന്നതാണ്, ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ കാണുമ്പോൾ ഏറ്റവും അധികം വരുന്ന കമന്റ് ഇതാണ്, ഇത് ആരെ കൊണ്ട് എഴുതിപ്പിച്ചതാന്നാ. അതായത് SSLC റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ വരുന്ന ഇപ്പോ ടങ് സ്ലിപ്പ് ആവുന്നത് എനിക്ക് പറ്റും, നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷെ തെറ്റുകൾ മാത്രം പറ്റുന്ന നിരന്തര തെറ്റുകൾ മാത്രം പറ്റുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയല്ലല്ലോ, നമുക്ക് തെറ്റൊക്കെ പറ്റാം. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ തെറ്റ് പറ്റുമ്പോൾ ആ നാട്ടിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥയും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. അതായത് സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അതിശയിക്കേണ്ടതില്ല. അത് അഭിമാനപൂർവ്വം നമ്മൾ പറയുന്നതല്ല, അതൊരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ. കുട്ടികൾക്ക് അക്ഷരം പോലും അറിയാതെയാണ് കുട്ടികൾ 10ാം ക്ലാസ്സും +2 പാസ്സായി ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ വലിയ അഭിമാനത്തോടെ പറയും. പക്ഷെ ആ കുട്ടികളുടെ നിലവാരം എന്താണ് എന്നുകൂടി ഇവരൊന്ന് പറയണം. പക്ഷെ ഈ ദ്രോഹം ചെയ്യുന്നതെല്ലാം സാധാരണക്കാരന്റെ മക്കളെയാണ്. പൈസക്കാരുടെയും സഖാക്കന്മാരുടെയും മക്കളെല്ലാം വളരെ പൈസ കൊടുത്ത് പഠിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോൾ സാധാരണക്കാരന്റെ മക്കളാണ് ഈ താഴ്ന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് ഇരകളാകുന്നത്. വിദ്യാഭ്യാസം എങ്ങനെയാണ് ഒരാളെ ഇരയാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ കണ്ടുപഠിക്കാവുന്നതാണ്. മാത്രമല്ല, ഇന്ന് ദേശാഭിമാനിയിലെ മറ്റൊരു വാർത്തയിൽ പ്രധാനമന്ത്രിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധിയും NK പ്രേമചന്ദ്രനും പങ്കെടുത്തു. ഇത് വളരെ മോശമായി പോയെന്ന് പറയുന്നതാരാ? ബ്രിട്ടാസ്. അപ്പോ പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ടായിരിക്കില്ല, അതായിരിക്കും വിളിക്കാത്തതിന്റെ കുറവ് കാണിച്ചതാ, അത് മോശമായി പോയി എന്നാണ് പറയുന്നത്. അല്ല ചേച്ചി, അതിപ്പോ എന്താണ്, നമുക്കൊരിക്കലും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തിരിഞ്ഞു നിൽക്കും, മുഖത്ത് പോലും നോക്കില്ല, ചായ കുടിക്കാനും ഒന്നിച്ചിരിക്കില്ല. പ്രിയങ്ക പോയത് തെറ്റാണ്. അല്ല, ഇപ്പൊ നമ്മൾ കേരളത്തിലെ കാര്യം എടുത്താല് പിണറായി വിജയൻ നടത്തുന്ന എന്താണ് ചായ സൽക്കാരാണെന്ന് ഇരിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് പോകില്ലേ? പോകും. ഓണത്തിന് പോയില്ലേ, ഇഫ്താർ വിരുന്നിന് പോയിട്ടില്ലേ, ആരെല്ലാം പോയിട്ടുണ്ട്. അത് വേറൊരു കാര്യം. പ്രതിപക്ഷം മാത്രമല്ല, ജയിലിലെ മറ്റേ രാഷ്ട്രീയ തടവുകാരൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരുമായി ഒന്നിച്ച് ചായ സൽക്കാരമൊക്കെ നടത്താറുണ്ട്. അപ്പൊ ഇവർ അതാ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള സൽക്കാരങ്ങളിൽ മാത്രമേ പങ്കെടുക്കാവൂ, അല്ലാതെ ഇങ്ങനെ പ്രധാനമന്ത്രി വിളിക്കുന്നതിലൊന്നും പങ്കെടുക്കരുത് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. എല്ലാം വിചിത്ര ന്യായങ്ങളാണ് എല്ലാ വിഷയത്തിലും.